പിണറായിയുടെ വീട്ടിൽ നിന്നും എക്സാലോജിക്കിൽ നിന്നും നിർണായക രേഖകൾ പിടിച്ചെടുത്തെന്ന് ഇ ഡി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വൻ വഴിത്തിരിവ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിലും മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഓഫീസുകളിലും നടത്തിയ റെയ്ഡിൽ അതീവ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗിക പത്രക്കുറിപ്പിൽ അറിയിച്ചു. റെയ്ഡിൽ ഒന്നും കണ്ടെത്തിയില്ലെന്ന CPIM വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇ ഡി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. പാലക്കാട്ടെ കോൺഗ്രസ് മുനിസിപ്പൽ കൗൺസിലർ പ്രശോഭ് കീഴടങ്ങി. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പ്രതിയായ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് M. വത്സൻ പോലീസിന് മുന്നിൽ കീഴടങ്ങി. മുൻകൂർ ജാമ്യം തേടി പ്രതി സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് പ്രശോഭ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് ഹാജരായത്. കേസ് രജിസ്റ്റർ ചെയ്തതു മുതൽ കഴിഞ്ഞ 2 മാസമായി പ്രതി തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക വിവരം. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ പേരിൽ വ്യാജ വാട്സാപ്പ് അക്കൗണ്ട്. പുതുതായി ചുമതലയേറ്റ കളക്ടറുടെ പേരും ചിത്രവും ഉപയോഗിച്ചാണ് തട്ടിപ്പിന് ശ്രമം നടക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വിശ്വസിച്ച് പണം കൈമാറരുതെന്ന് കളക്ടർ സമൂഹ മാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകി. സംശയാസ്പദമായ സന്ദേശങ്ങൾ ലഭിക്കുന്നവർ ഉടൻ പോലീസിനെയോ ബന്ധപ്പെട്ട അധികാരികളെയോ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേര് ഉപയോഗിച്ചുള്ള വ്യാജ അക്കൗണ്ടുകളോട് പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. KSRTCയിലെ ആശ്രിത നിയമനം നടപടികൾ സ്വീകരിക്കാൻ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. ഒഴിവുകളിലേക്ക് PSC മുഖേന നിയമന നടപടികൾ സ്വീകരിക്കും. KSRTCയുടെ ഗ്രാമവണ്ടികൾ വ്യാപകമാക്കും. ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള ഹരിത ഇന്ധനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്നും ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കി. സർവീസിലിരിക്കെ ഒരാൾ മരിച്ചാൽ 6 മാസത്തിനകം ആശ്രിതർക്ക് നിയമനം നൽകണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. KSRTCയിൽ ആശ്രിത നിയമന പദ്ധതിയുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി നിയമനം നടക്കുന്നില്ല. 2017 ശേഷമാണ് KSRTCയിൽ ആശ്രിത നിയമനം നിലച്ചത്. MD ആയി ടോമിൻ തച്ചങ്കരി വന്ന ശേഷമായിരുന്നു ഈ തീരുമാനം. കോർപ്പറേഷന്റെ പുനരുദ്ധാരണം സംബന്ധിച്ചുള്ള സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് നിയമനം നിർത്തിയതെന്നാണ് ആക്ഷേപം. ED വാഹനങ്ങൾ തകർത്ത സംഭവം. ഡ്രൈവർക്ക് കണ്ണിന് ഗുരുതര പരിക്ക്. ഡൽഹിയിൽ MA ബേബി അറസ്റ്റിൽ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിൽ ED നടത്തിയ റെയ്ഡിന് പിന്നാലെ സംസ്ഥാനത്തും ദേശീയ തലത്തിലും വൻ സംഘർഷം. തിരുവനന്തപുരത്ത് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ CPIM പ്രവർത്തകർ നടത്തിയ കനത്ത ആക്രമണത്തിൽ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണിന് പരിക്കേറ്റ ഡ്രൈവറെ അടിയന്തരമായി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 7 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയാൽ പൗരത്വം നഷ്ടമാകില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർണ്ണമായി ശരിവെച്ച സുപ്രീം കോടതി. കമ്മീഷന്റെ SIR നടപടി ഭരണഘടനയ്ക്ക് ജീവൻ നൽകുന്ന ഒന്നാണെന്നും കൃത്യവും സമഗ്രവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലേക്കുള്ള പ്രധാന ചുവടുവെപ്പാണിതെന്നും കോടതി നിരീക്ഷിച്ചു. SIR എന്നത് പിൻവാതിലൂടെയുള്ള പൗരത്വ പരിശോധനയാണെന്ന് ആരോപിച്ച് ഹർജിക്കാരും പ്രതിപക്ഷവും ഉയർത്തിയ കടുത്ത തടസ്സവാദങ്ങൾ സുപ്രീം കോടതി പൂർണ്ണമായി തള്ളി. ബൈജൂസ് ആപ്പ് സ്ഥാപകൻ ബൈജു രവീന്ദ്രന് സിംഗപ്പൂർ കോടതി 6 മാസം തടവു ശിക്ഷ വിധിച്ചു. ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രന് സിംഗപ്പൂർ കോടതി 6 മാസത്തെ തടവു ശിക്ഷ വിധിച്ചു. സ്വന്തം ആസ്തി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയതിനും കോടതിയിൽ നേരിട്ട് ഹാജരാകാതിരുന്നതിനുമാണ് സിംഗപ്പൂർ കോടതിയുടെ ഈ കർശന നടപടി. ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഉപകമ്പനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തന കേസ് ഡയറി തിരുത്തൽ. ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം ശക്തമാക്കി SIT. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിലുണ്ടായ മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി തിരുത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്ന പരാതിയിൽ ADGP MR അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ കടുപ്പിച്ചു. കേസിൽ പോലീസുകാരെ രക്ഷിക്കാൻ ഉന്നതതല ഇടപെടൽ ഉണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അന്വേഷണം ADGPയിലേക്ക് നീണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിലെ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും കേസ് ഡയറി കൈകാര്യം ചെയ്ത ജീവനക്കാരിൽ നിന്നും SIT മൊഴിയെടുത്തു കഴിഞ്ഞു. അധികാരമാറ്റത്തിന് മുൻപ് വനം വകുപ്പിൽ അതിവേഗ തീരുമാനങ്ങൾ.
പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് തൊട്ടുമുമ്പ് വനം വകുപ്പെടുത്ത ചില തീരുമാനങ്ങൾ വിവാദമാകുന്നു. വകുപ്പ് തല അച്ചടക്ക നടപടികൾ, വിജിലൻസ് അന്വേഷണങ്ങൾ, ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട 3 പ്രധാന കേസുകളാണ് വേഗത്തിൽ തീർപ്പാക്കിയത്. ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ വനം വിജിലൻസിന്റെ റിപ്പോർട്ടുകൾ തുടരന്വേഷണത്തിന് വിടാതെ അവസാനിപ്പിക്കുകയും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലുണ്ടായിരുന്ന വൈരനാമയും കാണാനില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതോടെ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിൽ സ്വർണവും വിലപിടിപ്പുള്ള വസ്തുവകളും കവർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു ചർച്ച ഉയരുകയും സംശയം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ സംശയം സാധൂകരിക്കുന്ന തരത്തിലെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീ പത്മനാഭന്റെ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടതായാണ് വിവരം.